ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നൊരു ആവശ്യവുമായിട്ട് ലക്ഷ്മി ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് കേസ് താൻ പിൻവലിക്കാം, പക്ഷേ നിൻ്റെ മകളും അവളെ കെട്ടിരിക്കുന്ന എൻ്റെ മകനും ആ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലക്ഷ്മിക്കും ദേവുനും രേവതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടെ തന്നെ വക്കീലിന് നമ്മുടെ സച്ചി രേവതിയും പോയി കാണുന്നുണ്ടല്ലോ. അവർ ചോദിക്കുന്ന 5 ലക്ഷം രൂപ നമ്മുടെ സച്ചി രേവതി ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നൊരു 2 ലക്ഷം രൂപ വക്കീൽ ഈ ഒരു കേസ് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്രയ്ക്കായിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു പൈസയുമായിട്ട് സ്വന്തം വീട്ടിലേക്ക് ചെല്ലാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഭാമയുടെ വീടിൻ്റെ അലമാരിയിലാണ് ഇത് ഭദ്രമായി സൂക്ഷിക്കുന്നത്. ആ ഒരു സമയത്താണ് രേവതി ഭാമയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, മഴ പെയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ടെറസിൻ്റെ മുകളിലുള്ള തുണി എടുത്ത് വെക്കുക എന്ന് പറയുമ്പോഴത്തേക്കും രേവതി ഒരു മടിയും കൂടാതെ തന്നെ ടെറസിൻ്റെ മുകളിലുള്ള തുണി എടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം രേവതി വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് ഭാമയും ചന്ദ്രയോട് സംസാരിക്കുമ്പോഴത്തേക്കും ഈ ഷെൽഫിലുള്ള പണം എടുത്തുകൊണ്ട് വരാനായിട്ട് ഭാമയോട് ചന്ദ്ര ആവശ്യപ്പെടുന്ന സമയത്താണ് പണം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളൊരു കാര്യം അറിയുന്നത് കേട്ടോ. ഇത് അറിയുമ്പോൾ തന്നെ ചന്ദ്ര ആദ്യം കുറ്റപ്പെടുത്തുന്ന രേവതിയാണ്. എന്നാൽ ഡയറക്റ്റ് ചെന്നിട്ട് രേവതിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. തൻ്റെ പണമാണെന്ന് വീട്ടിലറിഞ്ഞാൽ തീർച്ചയായിട്ടും വഴക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഭാമയുടെ പണമാണെന്നൊരു വ്യാജേനെ ഭാമ ഫോൺ വിളിക്കുന്ന സമയത്ത് എന്താ നീ പറഞ്ഞ രേവതിയാണ് പണം മോഷ്ടിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയുടെ തലയിലേക്കായിട്ട് ഈ ഒരു കുറ്റം ഏൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. രേവതിയാണെങ്കിൽ സങ്കടപ്പെടുവാണ് കേട്ടോ. വേഗം തന്നെ സച്ചി ചന്ദ്രയുടെ നിന്ന് ഫോൺ മേടിച്ചതിന് ശേഷം ഭാമാൻ്റെ എന്താ പറഞ്ഞത്, രേവതിനെ മനഃപൂർവ്വം കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഭാമയ്ക്ക് ഒരു അക്ഷരം പോലും മിണ്ടാനാകുന്നില്ല. അതിന് ശേഷം പിറ്റേന്ന് നേരം പുലരുമ്പോൾ തന്നെ സച്ചി ഭാമയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ഇങ്ങനെ രേവതിനെ കുറ്റക്കാരിയാക്കുന്ന എന്തിനാ ആൻറ്റി എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് ആ ഒരു പണം ചന്ദ്രയുടേതാണെന്ന് ശരത്തിൻ്റെ പേരിലുള്ള കേസ് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്രയ്ക്ക് വക്കീൽ കൊടുത്താണെന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല. സച്ചി നേരെ വീട്ടിലേക്ക് വന്നതിന് ശേഷം രവിയോടും എല്ലാവരോടായിട്ട് ശരത്തിൻ്റെ കേസ് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മ 2 ലക്ഷം രൂപ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവിക്ക് ഭയങ്കര ദേഷ്യം. രവി വേഗം പറയുന്നുണ്ട്, ആ ഒരു 5 ലക്ഷം രൂപ ഒപ്പിക്കുന്നതിന് രേവതി സച്ചി ഒരുപാട് കഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ ആ ഒരു 5 ലക്ഷം രൂപ നീ തന്നെ സച്ചിക്കും രേവതിക്കും തിരികെ നൽകണമെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര ആകെ നടുങ്ങി തെറിച്ച് നിൽക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് പ്രമോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.